നോക്കാം. നമ്മളൊരു 5 തിയറി ചാപ്റ്ററാണ് എടുക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ തിയറി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഫസ്റ്റ് വൺ ഇൻകം ടാക്സ് അതോറിറ്റീസ്. ഇൻകം ടാക്സ് അതോറിറ്റി. ഇൻകം ടാക്സ് അതോറിറ്റീസ് നമുക്കറിയാം, ഫിനാൻസ് മിനിസ്റ്ററുടെ കീഴിൽ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് ആണ്. ഇൻകം ടാക്സിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും പോളിസീസും ഒക്കെ ചേഞ്ച് ചെയ്യുന്നത്, അതുപോലെ തന്നെ എന്താ പറയുക അമെൻമെൻറ്റ്സോ കൊണ്ടുവരുന്നത് അവരാണ്. അപ്പോൾ എന്താണ് ഈ ഇൻകം ടാക്സ് അതോറിറ്റീസിൻ്റെ ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ഇൻകം ടാക്സ് അതോറിറ്റീസ്? ഈ അതോറിറ്റീസിൽ എന്താ പറയുന്നത്, ദാറ്റ് മീൻസ് ഈ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ്, അതിൻ്റെ അണ്ടറിൽ വരുന്ന കുറേ സബോർഡിനേറ്റ്സ്, അങ്ങനെയാണ് അവരുടെ കാറ്റഗറി. ഞാൻ ഞാൻ തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് പറഞ്ഞുതരാം. അപ്പോൾ ഇൻകം ടാക്സ് അതോറിറ്റീസിൻ്റെ ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ്. ഈ രണ്ടാമത്തെ വരുന്നത് അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ്. അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ്. അഡ്വാൻസ് പേയ്മെൻറ്റ് MENT കേട്ടോ. അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ്. അഡ്വാൻസ് ആയിട്ട് ടാക്സ് പേ ചെയ്യുക. റിട്ടേൺ ഫയൽ ചെയ്യുന്നതിനേക്കാൾ മുൻപേ തന്നെ നമ്മൾ ടാക്സ് അടച്ചു വയ്ക്കുക. അത് കഴിഞ്ഞ് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാന്ന് പറയുന്നത്, എക്സസ് എമൗണ്ട് ആണെങ്കിൽ നമുക്ക് തിരിച്ചു കിട്ടും കേട്ടോ. അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ്. മൂന്നാമത്തെ TDS, ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്, അല്ലെങ്കിൽ TCS, ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ്. ഇത് സെൻറ്റർ വയറുടെ കയ്യിൽ നിന്നാണ് കളക്ട് ചെയ്യുക. ഇത് നമ്മൾ എക്സാമ്പിളായിട്ട് പറയാറുണ്ട്, വിന്നിങ്സ് ഫ്രം ലോട്ടറി അടിക്കുമ്പോൾ നമ്മൾ ടാക്സ് പിടിച്ചതിന് ശേഷം നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്, ടാക്സ് ഒറിജിനൽ തന്നെ പിടിക്കുക. ഇപ്പോൾ എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ശമ്പളം കിട്ടുമ്പോൾ ടാക്സ് പിടിച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ടാണ് എനിക്ക് തരാറ്. എനിക്ക് മാത്രമല്ല കേട്ടോ, അങ്ങനെ ടാക്സ് പേ ചെയ്ത് എല്ലാവർക്കും അങ്ങനെയാണ്. അപ്പോൾ ഒറിജിനൽ തന്നെ മീൻസ് പറഞ്ഞത് എവിടെയാണോ നമ്മൾ ഏൺ ചെയ്യണമെങ്കിൽ അവിടെ വെച്ച് ടാക്സ് പിടിച്ചിരിക്കുക കേട്ടോ. ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. ഇനി നാലാമത്തെ ചാപ്റ്റർ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇൻ ടാക്സ് മാനേജ്മെൻറ്റ്. എന്താണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ? കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇൻ ടാക്സ് മാനേജ്മെൻറ്റ്. ടാക്സ് മാനേജ്മെൻറ്റിലെ MGD എഴുതുന്നു കേട്ടോ. ടാക്സ് മാനേജ്മെൻറ്റിലെ കമ്പ്യൂട്ടറിൻ്റെ ആപ്ലിക്കേഷൻസ്. പിന്നെ അഞ്ചാമത്തെ ചാപ്റ്ററായിട്ട് വരുന്നത് ഫിഫ്ത്ത് വൺ കേട്ടോ. അഞ്ചാമത്തെ പ്രൊസീജിയർ ഫോർ അസസ്മെൻറ്റ്. പ്രൊസീജിയർ ഫോർ അസസ്മെൻറ്റിൻ്റെ പ്രൊസീജിയർ കേട്ടോ. പ്രൊസീജിയർ ഫോർ അസസ്മെൻറ്റ് പ്രൊസീജിയർ കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ തിയറി ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ എന്നെ കാണിക്കുന്നില്ല, എന്താ പറയുന്നത്, ഈ ഓഡിയോ ആയിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പം ഇത്രയും കാര്യങ്ങൾ, ഇത്രയും ചാപ്റ്ററാണ് ഞാൻ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ മക്കളെ. അപ്പോൾ കുട്ടികളെ, നമ്മൾ ഇൻകം ടാക്സ് അതോറിറ്റീസ് കേട്ടോ, അതാണ് ഡിസ്കസ് ചെയ്യണേ. ഇൻകം ടാക്സ് അതോറിറ്റീസ് ഞാൻ അധികം എന്നെ കാണിക്കുന്നില്ല, കാരണം തിയറി ആയതുകൊണ്ട് ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. നന്നായിട്ട് കേൾക്കണം, നന്നായി ശ്രദ്ധിച്ചോളൂ. ഇമ്പോർട്ടൻ്റ് തിയറിയാണ്. SC ആയിട്ട് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇൻകം ടാക്സ് അതോറിറ്റീസ് ഇന്ത്യയിൽ ആരൊക്കെയാണ്? ഇൻകം ടാക്സ് അതോറിറ്റീസ് നോക്കാം. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, ഓൾസോ റെഫേർഡ് ടു ആസ് IT ഡിപ്പാർട്ട്മെൻറ്റ്, ഈസ് എ ഗവൺമെൻറ് ഏജൻസി. ഈ IT ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഈസ് എ ഗവൺമെൻറ് ഏജൻസി. ഗവൺമെൻറ്റിൻ്റെ ഒരു ഏജൻ്റാണ്, ഗവൺമെൻറ് ഏജൻസിയാണ്. ഇൻ ചാർജ് ഓഫ്, എന്തിനാണ് അവർ ചാർജ് ചെയ്തിരിക്കുന്നത്? ഇൻ ചാർജ് ഓഫ് മോണിറ്ററിങ് ദ ഇൻകം ടാക്സ് കളക്ഷൻ ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഇന്ത്യ ഗവൺമെൻറ്റിന് വേണ്ടി ടാക്സ് കളക്ട് ചെയ്യാനായിട്ട് അവരെ ഏൽപ്പിച്ചിരിക്കുന്ന വ്യക്തികൾ. ഇറ്റ്സ് ഫങ്ഷൻസ് അണ്ടർ ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് റവന്യൂ ഓഫ് ദ മിനിസ്റ്ററി ഓഫ് ഫിനാൻസ്. ഫിനാൻസ് മിനിസ്റ്ററിയുടെ കീഴിൽ ആണ് അവരുടെ ഫങ്ഷൻസ് കേട്ടോ. ഫിനാൻസ് മിനിസ്റ്ററിയുടെ കീഴിലാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നിൽക്കുന്നത്. ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ അഡ്മിനിസ്റ്ററിങ് ദ ഡയറക്റ്റ് ടാക്സ് ലോസ് പാസ്ഡ് ബൈ പാർലമെൻറ്റ് ഓഫ് ഇന്ത്യ. ഇത് ഡയറക്റ്റ് ടാക്സ് ആണ് ഇവർ കളക്ട് ചെയ്യുന്നത്. ഡയറക്റ്റ് ടാക്സ് ലെവീഡ് ബൈ ദി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്.
അത് പാർലമെൻറ്റിൽ ബില്ലൊക്കെ പാസ്സാക്കിയതിന് ശേഷമാണ് നിയമപരമായിട്ട് നിലവിൽ വരുന്നതാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് കേട്ടോ, IT. Laws passed by the Parliament of India. For the proper administration of income tax department, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രോപ്പർ അഡ്മിനിസ്ട്രേഷൻ, ശരിയായിട്ടുള്ള അഡ്മിനിസ്ട്രേഷന് വേണ്ടി there are 2 types of authorities. അതോറിറ്റി നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. there are 2 types. ഒന്ന് എക്സിക്യൂട്ടീവ് അതോറിറ്റീസും ഉണ്ട്, സെക്കൻഡ് വൺ ജുഡീഷ്യൽ അതോറിറ്റീസും ഉണ്ട്. അപ്പം എന്താ പറയുന്നത്, സ്മൂത്ത് ആയിട്ടുള്ള ഫങ്ഷനിങ് വേണ്ടി പ്രോപ്പർ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രോപ്പർ അഡ്മിനിസ്ട്രേഷന് വേണ്ടി അതോറിറ്റിയെ 2ആയിട്ട് തരംതിരിച്ചു വച്ചിരിക്കുന്നു. എക്സിക്യൂട്ടീവ് അതോറിറ്റീസും ഉണ്ട്, അതുപോലെ തന്നെ ജുഡീഷ്യൽ അതോറിറ്റീസും ഉണ്ട്. ഓക്കെ, എക്സിക്യൂട്ടീവ് അതോറിറ്റീസ് ഹാവ് ടു സീ whether or not the provisions relating to income tax are being carried out. ഇൻകം ടാക്സിൻ്റെ കാര്യമാണ് എക്സിക്യൂട്ടീവ് അതോറിറ്റീസ് നോക്കണത്. സിമിലർലി അതുപോലെ ജുഡീഷ്യൽ അതോറിറ്റീസ് ആർ റെസ്പോൺസിബിൾ ഫോർ മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു അപ്പീൽസ്. അപ്പീൽസ് അങ്ങനെയുള്ള മാറ്ററുകളെ പറ്റി ഡിസ്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള ചാർജ് ആർക്കാണെന്ന് പറയുന്നത് ജുഡീഷ്യൽ അതോറിറ്റീസിനാണ്. Both type of authorities are to see that offenders and are penalized and honest taxpayers are given due justice. അല്ലേ, ശരിയായിട്ട് ടാക്സ് അടയ്ക്കുന്ന വ്യക്തികൾക്കാണെങ്കിൽ അവർക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന അല്ലെങ്കിൽ കൃത്യമായിട്ട് ചെയ്യുന്ന ടാക്സ്, ഇൻകം ടാക്സ് ഒരിക്കലും ടാക്സ് ഇവാഷൻ ഒരിക്കലും വരരുത്. ഞാൻ മുമ്പേ പറഞ്ഞു വെച്ചിട്ടുണ്ട് നിങ്ങളോട്, ഇൻകം ടാക്സ് ഇവാഷൻ അല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ടാക്സ് എപ്പോഴും എന്താണെന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് പേ ചെയ്തിരിക്കണം. ടാക്സ് ഇവാഷൻ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന്. അപ്പോൾ എന്തൊക്കെയാണ് അവരെന്ന് പറയുന്നത്, ബോത്ത് ടൈപ്പ് ഓഫ് അതോറിറ്റീസ്, 2 തരത്തിലുള്ള അതോറിറ്റീസ് ആയാലും ആർ ടു സീ ദാറ്റ് ഒഫൻഡേഴ്സ് ആർ പെനലൈസ്ഡ് ആൻഡ് ഹോണസ്റ്റ് ടാക്സ് പേയേഴ്സ് ആർ ഗിവൺ ഡ്യൂ ജസ്റ്റിസ്. കേട്ടോ, അത് സത്യസന്ധമായിട്ട് ടാക്സ് അടയ്ക്കുന്നവർക്ക് എന്താ പറയുന്നത് അങ്ങനെയുള്ള എന്താ പറയുക ആർ ഗിവൺ ഡ്യൂ ജസ്റ്റിസ് ആണ്. മറ്റുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഒഫൻഡേഴ്സിനൊക്കെ ആണെങ്കിൽ അവർക്ക് എന്താ പറയുന്നത് പെനലൈസ്ഡ്, ഇന്ത്യൻ പീനൽ കോഡ് ഇതനുസരിച്ച് എന്താ പറയുന്നത് അടയ്ക്കുന്നവരും അവർക്കൊക്കെ എന്താ പറയുന്നത് ഓരോ അടയ്ക്കാത്തവരാണെങ്കിൽ അവർക്ക് അതിനനുസരിച്ചുള്ള ശിക്ഷ അല്ലെങ്കിൽ പെനാൽറ്റി ഉണ്ടായിരിക്കും. അടയ്ക്കുന്നവരാണെങ്കിൽ അവർക്ക് അടയ്ക്കുന്നവരാണെങ്കിൽ അവർക്ക് വേറെ ഒന്നും കൊടുക്കൊന്നുമില്ല കേട്ടോ ഗവൺമെൻറ്. അതായത് അവർക്ക് ഒരു എന്താ പറയുന്നത് ഒരു കൺസിഡറേഷൻ അല്ലെങ്കിൽ എന്താ പറയുന്നത് അവരുടെ കൂടെ നിൽക്കും, അല്ലെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്തു കൊടുക്കുക. അപ്പം ഇൻകം ടാക്സ് അതോറിറ്റീസ് സെക്ഷൻ 116 പറയണത്. സെക്ഷൻ 116 116 ഇൻകം ടാക്സ് ആക്ട് സെക്ഷൻ 116 116 ഇൻകം ടാക്സ് അതോറിറ്റീസിനെ പറ്റി പറയണത്. ഇൻ ഓർഡർ ടു ചാർജ് എക്സിക്യൂട്ടീവ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസ് റിലേറ്റിംഗ് ടു ദി ആക്ട് ഫോളോയിങ് ഇൻകം ടാക്സ് അതോറിറ്റീസ് ഹാവ് ബീൻ കോൺസ്റ്റിറ്റ്യൂട്ടഡ്. 2 അതോറിറ്റീസ് നമ്മൾ പറഞ്ഞു, എക്സിക്യൂട്ടീവ് അതോറിറ്റിയും പറഞ്ഞു, അതുപോലെ തന്നെ ജുഡീഷ്യൽ അതോറിറ്റീസും പറഞ്ഞു. അതിനെ 2നെയും കൂടി ക്ലബ് ചെയ്തിട്ട് അതിൽ വരുന്ന വ്യക്തികൾ അതോറിറ്റീസാണ് ഇവിടെ പറയുന്നത് ഇൻകം ടാക്സ് അതോറിറ്റീസ്. ഫസ്റ്റ് വൺ 10 കേട്ടോ. ഫസ്റ്റ് വൺ ദി സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ്, CBDT, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ്, ഡയറക്ടർ ജനറൽ ഓഫ് ഇൻകം ടാക്സ് or Chief Commissioner of Income Tax. Once more, Director General of Income Tax or Chief Commissioner of Income Tax. Third one, Directors of Income Tax or Commissioner of Income Tax or Commissioner of IT Appeals. Fourth one, Additional Directors of IT or Additional Commissioners of IT. Fifth one, Joint Directors of IT or Joint Commissioners of IT. Sixth one, Deputy Directors of IT or Deputy Commissioners of IT. Next one, Assistant Directors of IT or Assistant Commissioners of IT. Next, Income Tax Officers. Next, Tax Recovery Officers. നെക്സ്റ്റ് ഇൻസ്പെക്ടേഴ്സ് ഓഫ് ഇൻകം ടാക്സ്. ഇങ്ങനെ 10 കാറ്റഗറിയാണ് കേട്ടോ ഇന്ത്യയിലെ ഇൻകം ടാക്സ് അതോറിറ്റീസ്.
അതായത് എന്താ പറഞ്ഞേ, എക്സിക്യൂട്ടീവ് അതോറിറ്റീസും ജുഡീഷ്യൽ അതോറിറ്റീസും കൂടി ഒരുമിച്ചാക്കിയിട്ട് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റീസ് ഇതെല്ലാം കൂടി 10 അതോറിറ്റിയാണുള്ളത്. ആ 10 അതോറിറ്റി നന്നായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. അപ്പോയിൻമെൻറ്റ് ഓഫ് ഇൻകം ടാക്സ് അതോറിറ്റീസ്. ആരാണ് ഇൻകം ടാക്സ് അതോറിറ്റീസിനെ അപ്പോയിൻറ്റ് ചെയ്യണത്? അപ്പോയിൻമെൻറ്റ് ഓഫ് ഇൻകം ടാക്സ് അതോറിറ്റീസ്. സെൻട്രൽ ഗവൺമെൻറ് മേ അപ്പോയിൻറ്റ് സച്ച് പേഴ്സൺസ്. സെൻട്രൽ ഗവൺമെൻറ് ആണ് ഇൻകം ടാക്സ് അതോറിറ്റീസിനെ അപ്പോയിൻറ്റ് ചെയ്യണത്. എങ്ങനെ? ആസ് ഇറ്റ് തിങ്സ് ഫിറ്റ് ടു ബി ദ ഇൻകം ടാക്സ് അതോറിറ്റീസ്. ഇൻകം ടാക്സ് അതോറിറ്റീസ് ആവാനായിട്ട് യോഗ്യതയുണ്ട് അല്ലെങ്കിൽ അവരതിനുള്ള ക്വാളിഫൈഡ് ആണെന്നുള്ള വ്യക്തികളെയാണ് അവിടേക്ക് അപ്പോയിൻറ്റ് ചെയ്യുക. സെൻട്രൽ ഗവൺമെൻറ് മേ ഓതറൈസ് ദ ബോർഡ് ടു അപ്പോയിൻറ്റ് ഇൻകം ടാക്സ് അതോറിറ്റീസ് ബിലോ ദി റാങ്ക് ഓഫ് അസിസ്റ്റന്റ് കമ്മീഷണർ ഓർ ഡെപ്യൂട്ടി കമ്മീഷണർ. അസിസ്റ്റന്റ് കമ്മീഷണർ അല്ലെങ്കിൽ ഡെപ്യൂട്ടി കമ്മീഷണർ റാങ്കിൽ പെട്ട വ്യക്തികളെയാണ് ഇവിടേക്ക് അപ്പോയിൻറ്റ് ചെയ്യണത്. ഇനി കൺട്രോൾ ഓഫ് ഇൻകം ടാക്സ് അതോറിറ്റീസ്. ആരാണ് ഇൻകം ടാക്സ് അതോറിറ്റീസിൻ്റെ കൺട്രോളേഴ്സ്? ബോർഡ് ഒരു ബോർഡ് രൂപീകരിക്കും. ആ ബോർഡാണ് ദ ബോർഡ് കൺട്രോൾ ദി IT അതോറിറ്റീസ്. IT അതോറിറ്റീസിനെ കൺട്രോൾ ചെയ്യണത് ബോർഡാണ്. ഇനി ഇൻസ്ട്രക്ഷൻസ് ടു സബോർഡിനേറ്റ് ഓഫീസേഴ്സ്. ആരൊക്കെയാണ്? ഇൻസ്ട്രക്ഷൻസ് വേണ്ട വിവരങ്ങളൊക്കെ കൊടുക്കുക. ആർക്ക്? ടു സബോർഡിനേറ്റ് ഓഫീസേഴ്സ്. ദ ബോർഡ് മേ ഫ്രം ടൈം ടു ടൈം. ഈ ബോർഡാണ് സമയാസമയങ്ങളിൽ ഇഷ്യൂ സച്ച് ഓർഡേഴ്സ്, ഇൻസ്ട്രക്ഷൻസ്, ഡയറക്ഷൻസ് ടു അതർ ഇൻകം ടാക്സ് അതോറിറ്റീസ്. ഈ ബോർഡ് മറ്റ് ഇൻകം ടാക്സ് അതോറിറ്റീസിന് സമയാസമയങ്ങളിൽ വേണ്ട ഇൻസ്ട്രക്ഷൻസും ഓർഡേഴ്സും ഡയറക്ഷൻസും ഒക്കെ കൊടുക്കും. ആസ് ഇറ്റ് മേ ഡീം ഫിറ്റ് ഫോർ ദ പ്രോപ്പർ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദി ആക്ട്. ഈ ആക്ട് പ്രകാരം പ്രോപ്പറായിട്ടുള്ള അഡ്മിനിസ്ട്രേഷന് വേണ്ടിയാണ് ഇവർ ഇൻഫോർമേഷൻസ് ഒക്കെ കൊടുക്കുന്നത്. ഇനി ജൂറിസ്ഡിക്ഷൻസ് കേട്ടോ. ജൂറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ റേഞ്ച് ഓവർ വിച്ച് ആൻ അതോറിറ്റി ഹാസ് പവർ. എന്തൊക്കെയാണ് ഇൻകം ടാക്സ് അതോറിറ്റീസിൻ്റെ പവർ? ഇൻകം ടാക്സ് അതോറിറ്റീസ് ഷാൾ എക്സസൈസ് ഓൾ ഓർ എനി ഓഫ് ദി പവേഴ്സ് ആൻഡ് പെർഫോം ഓൾ ഓർ എനി ഓഫ് ദി ഫങ്ഷൻസ് കൺഫേർഡ് ഓൺ ഓർ അസൈൻഡ് ടു ദം ബൈ ദ ബോർഡ്. ബോർഡ് ഓരോ വ്യക്തികളെയും അല്ലെങ്കിൽ ഓരോ അതോറിറ്റീസിനും പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന അധികാരങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചെങ്കിൽ അതാണ് അവർ ചെയ്യേണ്ടത്. അതാണ് അവരുടെ ഡ്യൂട്ടി. ദ ബോർഡ് മേ ഡെലിഗേറ്റ് ദ അതോറിറ്റി ടു എനി ഇൻകം ടാക്സ് അതോറിറ്റീസ് ബിലോ ഇറ്റ്. ബോർഡിൻ്റെ അണ്ടറിൽ വരുന്ന വ്യക്തികൾക്ക് എന്ന് പറയുന്നത് ബോർഡ് മേ ഡെലിഗേറ്റ് അധികാരം വികേന്ദ്രീകരിച്ചു കൊടുക്കുന്നു. ഡെലിഗേറ്റ് ദ അതോറിറ്റി. ദ ബോർഡ് മേ വൈൽ ഇഷ്യൂയിങ് ദ ഡയറക്ഷൻസ് may have to consider the following. എന്തൊക്കെയുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് അവർക്ക് കൊടുക്കുന്നത്, ഡയറക്ഷൻസ് ആണ് അവർക്ക് കൊടുക്കുന്നത്? ടെറിട്ടോറിയൽ ഏരിയ, പിന്നെ പേഴ്സൺസ് ഓർ ക്ലാസസ് ഓഫ് പേഴ്സൺസ്, ഇൻകംസ് ഓർ ക്ലാസസ് ഓഫ് ഇൻകംസ്, കേസസ് ഓർ ക്ലാസസ് ഓഫ് കേസസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ് അവരെ ഏൽപ്പിക്കുന്നത്. 2 or more officers may be assigned to perform functions concurrently. 2 അതിൽ കൂടുതലോ വ്യക്തികളുണ്ടോ, ഓഫീസേഴ്സ് ഉണ്ടാവും, അവരാണ് ഒരുമിച്ച് ഫങ്ഷൻസ് ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ ജൂറിസ്ഡിക്ഷൻ ഓഫ് അസസിങ് ഓഫീസേഴ്സ്. അസസിങ് ഓഫീസേഴ്സിൻ്റെ ജൂറിസ്ഡിക്ഷൻ എന്തൊക്കെയാണ്? അസസിങ് ഓഫീസേഴ്സ് AOP. അസസിങ് ഓഫീസർ AO ആണ് കേട്ടോ. അസസിങ് ഓഫീസർ AOP എന്ന് വെച്ചാൽ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ആണ് കേട്ടോ. ഇത് an assessing officer perform his functions in respect of such area. ഏത് ഏരിയ ആണോ അദ്ദേഹത്തിന് പ്രൊവൈഡ് ചെയ്തിരിക്കണമെങ്കിൽ ആൻഡ് ക്ലാസ് ഓഫ് അസസീസ്, ഏത് ക്ലാസ്സിലൊക്കെ പെട്ട അല്ലെങ്കിൽ ഏത് തരത്തിൽപ്പെട്ട അസസീസിനെയാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ആസ് ആർ വെസ്റ്റഡ് വിത്ത് ഹിം. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ എന്താ പറയുക പല ക്ലാസ്സുകളിൽ പെട്ടവർ, പല ഏരിയയിൽ പെട്ടവർ അങ്ങനെ വെസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. അവരതിൻ്റെ ആ അധികാരമായിരിക്കും അവർക്കുണ്ടാവുക. പവർ ടു ട്രാൻസ്ഫർ കേസസ്, കേസുകളെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള പവർ. ദ പ്രിൻസിപ്പൽ ഡയറക്ടർ ജനറൽ ഓർ ഡയറക്ടർ ജനറൽ മേ ട്രാൻസ്ഫർ എനി കേസ് ഫ്രം എൻ അസസിംഗ് ഓഫീസർ ടു അനദർ ഓഫീസർ. അസസിംഗ് ഓഫീസർക്ക് വേറെ അസസിംഗ് ഓഫീസേഴ്സിന് വേണമെങ്കിൽ അധികാരങ്ങൾ കൈമാറാം. പിന്നെ ചേഞ്ച് ഓഫ് ഇൻകംബൻറ്റ് ഓഫ് എൻ ഓഫീസ്. എങ്ങനെയാണ് ഇൻകംബൻറ്റ് ഓഫ് എൻ ഓഫീസ്? ഓഫീസിൽ മാറ്റങ്ങൾ വരുത്താൻ. whenever an IT authority is succeeded by another, the authority so succeeding may continue
any proceeding against an assessee from the stage at which the proceeding was left by the predecessor PREDECESSOR ട്ടോ. ഇനി ജനറൽ പവേഴ്സ് ഓഫ് ഇൻകം ടാക്സ് അതോറിറ്റീസ്. ജനറൽ പവേഴ്സ് എന്തൊക്കെയാണ്? ഇൻകം ടാക്സ് അതോറിറ്റീസിൻ്റെ ജനറൽ പവേഴ്സ് പോയിന്റുകളാണ്. പവർ റിഗാർഡിംഗ് ഡിസ്കവറി ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് എവിഡൻസുകളൊക്കെ കണ്ടുപിടിക്കാനും പ്രൊഡ്യൂസ് ചെയ്യാനും. പവർ ഓഫ് സെർച്ച് ആൻഡ് സീസർ, SEIZUR സീസർ. റിക്വസിഷൻ ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. Application of retained assets seized under section 132 or 132A. Power to call for information. Power of survey. Collection of information. Power to inspect registers of companies. Proceedings before IT authorities to be judicial proceedings. Okay. ഇതൊക്കെയാണ് അവരുടെ ജനറൽ പവേഴ്സ്. എനി പ്രൊസീഡിങ്സ് ബിഫോർ എൻ IT അതോറിറ്റി ഷാൾ ബി ഡീംഡ് ടു ബി എ ജുഡീഷ്യൽ പ്രൊസീഡിങ്സ്. ഇനി ഫങ്ഷൻസ് ആൻഡ് പവേഴ്സ് ഓഫ് IT അതോറിറ്റീസ്. IT അതോറിറ്റീസിൻ്റെ ഫങ്ഷൻസ് ആൻഡ് പവേഴ്സ്. ഫസ്റ്റ് വൺ, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ്, CBDTയുടെ ഫങ്ഷൻസ് ആൻഡ് പവേഴ്സ്. The CBDT is the apex body of the department. ഡിപ്പാർട്ട്മെൻറ്റ് apex body, ഏറ്റവും മുകളിലിരിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും വലിയ എന്താ പറയുന്നത് അതോറിറ്റിയാണ്. CBDT has been constituted under the Central Board of Revenue Act 1963. CBDT is a part of the Department of Revenue in the Ministry of Finance. അത് നമ്മൾ ഇൻകം ടാക്സ് പഠിക്കുന്ന സമയത്തിന് മുന്നേ തുടക്കം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് എന്താ പറയുന്നത്, ഫിനാൻസ് മിനിസ്റ്ററുടെ കീഴിൽ CBDT സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് ആണ് ടാക്സിൻ്റെ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുന്ന വ്യക്തികൾ. ഇനി ഫങ്ഷൻസ്, അവരുടെ ഫങ്ഷൻസ്. ഇറ്റ്സ് ഫങ്ഷൻസ് ഇൻക്ലൂഡ് ഫോർമുലേഷൻ ഓഫ് പോളിസീസൊക്കെ ഫോർമുലേറ്റ് ചെയ്യുക. പോളിസീസ് ഡീലിംഗ് വിത്ത് മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു ലെവി ആൻഡ് കളക്ഷൻ ഓഫ് ഡയറക്റ്റ് ടാക്സസ്. എത്രയാണ് ടാക്സ് ചുമത്തേണ്ടത്, എത്രയാണ് കളക്ട് ചെയ്യേണ്ടത്. ആൻഡ് സൂപ്പർവിഷൻ ഓഫ് ദി ഫങ്ഷൻസ് ഓഫ് ദ എൻറ്റയർ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ എന്താ പറയുന്നത് കൺട്രോൾ ചെയ്യുക, അവരെ മാനേജ് ചെയ്യുക എന്ന് പറയുന്ന അതോറിറ്റിയുണ്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് കേട്ടോ. ഇനി ഓർഗനൈസേഷൻ. ദ ബോർഡ് കൺസിസ്റ്റ് ഓഫ് ചെയർമാൻ ആൻഡ് ഫോളോയിങ് 6 members. ഒരു ചെയർമാനും 6 മെമ്പേഴ്സും ഉണ്ടായിരിക്കും. ചെയർമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയർമാൻ ഉണ്ട്, പിന്നെ മെമ്പർ, 6 മെമ്പർമാരാണ് ഞാൻ പറയണത്. ഞാൻ എന്താ പറയുന്നത് 1 by 1 ആയിട്ട് പറയണം. ഇനി മെമ്പർ ഓഫ് ഇൻകം ടാക്സ്, മെമ്പർ ഓഫ് എന്ന് എടുത്ത് പറയില്ല. മെമ്പേഴ്സ്, ഇൻകം ടാക്സ്, ലെജിസ്ലേഷൻ ആൻഡ് കമ്പ്യൂട്ടറൈസേഷൻ, പേഴ്സണൽ ആൻഡ് വിജിലൻസ്, ഇൻവെസ്റ്റിഗേഷൻ, റവന്യൂ, ഓഡിറ്റ് ആൻഡ് ജുഡീഷ്യൽ. ഇങ്ങനെയാണ് 6 വ്യക്തികൾ കേട്ടോ, 6 മെമ്പേഴ്സ്. ചെയർമാൻ ആൻഡ് അതർ മെമ്പേഴ്സ് ഹാവ് ബീൻ അസൈൻഡ് ടെറിട്ടോറിയൽ സോൺസ് ഫോർ സൂപ്പർവിഷൻസ്. ഓരോ ടെറിട്ടോറിയൽ സോണുകളുടെയും സൂപ്പർവിഷനും ഉണ്ടായിരിക്കും ഇവർക്ക്, ചെയർമാനും അതുപോലെ മറ്റ് മെമ്പേഴ്സിനും. ഫോർ ദി ഇഫക്റ്റീവ് ഡിസ്ചാർജ് ഓഫ് ഇറ്റ്സ് ഫങ്ഷൻസ്, ഇഫക്റ്റീവായിട്ടുള്ള ഫങ്ഷൻസ് ഡിസ്ചാർജ് ചെയ്യാനായിട്ട് CBDT ഈസ് അസിസ്റ്റഡ് ബൈ എ member of attached office known as directorates. These directorates have been assigned specific functions like ഇവർക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഫങ്ഷൻസ് ആണ്. എന്തൊക്കെയാണ് അവരുടെ സ്പെസിഫിക് ഫങ്ഷൻസ് എന്ന് പറയുന്നത്? വിജിലൻസ്, ഇൻസ്പെക്ഷൻ, ജുഡീഷ്യൽ, റിക്കവറി, കീപ്പിംഗ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്, പ്രിന്റിംഗ് ആൻഡ് പബ്ലിക്കേഷൻ, പബ്ലിസിറ്റി, conducting of departmental examinations, imparting of training to officers and staff, etc. These functions are performed by the directorates at all India level. All India level ആണ് ഇവരുടെ ഫങ്ഷൻസിൻ്റെ പെർഫോമൻസ് കേട്ടോ.
ഇനി പവേഴ്സ് ഓഫ് ദി CBDT. എന്തൊക്കെയാണ് CBDTയുടെ പവേഴ്സ് എന്ന് നോക്കാം. അധികാരങ്ങൾ എന്തൊക്കെയാണെന്ന്. മേക്ക് റൂൾസ് ഒക്കെ ഉണ്ടാക്കാം. പിന്നെ ഇഷ്യൂ ഇൻസ്ട്രക്ഷൻസ്, പിന്നെ അഡ്മിറ്റിംഗ് ക്ലെയിംസ് ഫോർ എക്സംഷൻസ്, അതായത് എക്സംഷൻസ് ഡിഡക്ഷൻസ്, റീഫണ്ട് ഓർ റിലീഫ് ആഫ്റ്റർ ദ എക്സ്പയറി ഓഫ് ദി പീരീഡ് സ്പെസിഫൈഡ് ഫോർ ദ പർപ്പസ്. കാലാവധിക്ക് കഴിഞ്ഞാൽ എക്സംഷൻ ചെയ്യാതിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എക്സംഷൻസും റീഫണ്ടൊക്കെ എങ്ങനെയാണ് വേണ്ടിച്ചെങ്കിൽ ചെയ്തു കൊടുക്കുന്നത് കേട്ടോ, അഡ്മിറ്റിംഗ് ക്ലെയിംസ്. പിന്നെ റിലാക്സേഷൻ ഓഫ് കംപ്ലയൻസ് റിക്വയർമെൻറ്റ്സ്. പിന്നെ അപ്പോയിൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ ബോർഡ് മേ അപ്പോയിൻറ്റ് IT അതോറിറ്റീസ് ബിലോ ദ റാങ്ക് ഓഫ് അസിസ്റ്റൻറ്റ് കമ്മീഷണർ ഓർ ഡെപ്യൂട്ടി കമ്മീഷണർ. ആ റാങ്കിന് താഴെയുള്ളവരെയൊക്കെ അപ്പോയിൻറ്റ് ചെയ്യുക. പിന്നെ ഓതറൈസ് ആൻ IT അതോറിറ്റി ടു അപ്പോയിൻറ്റ് എക്സിക്യൂട്ടീവ്സ് ഓർ മിനിസ്റ്റീരിയൽ സ്റ്റാഫ്. ഡിക്ലയറിംഗ് any institutions, association or body as a company. പിന്നെ പ്രോപ്പർട്ടി അണ്ടർ ട്രസ്റ്റ്. ട്രസ്റ്റിൻ്റെ കീഴിലുള്ള പ്രോപ്പർട്ടീസ് അതൊക്കെ നോക്കിയാൽ പറയുന്നത് ഇഷ്യൂ ഡയറക്ഷൻസ് that incomes from property held under trust shall not be included in the total income of the recipient. Okay. പിന്നെ entertaining objections. എന്തെങ്കിലും ഒബ്ജെക്ഷൻസ് ഒക്കെ ഉണ്ടായാൽ അവിടെ entertaining. That means may entertain objections regarding detention of books of accounts. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ കമ്പനികളുടെ കീപ്പ് ചെയ്യാനൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുക. സെർച്ച് ആൻഡ് സീസർ. ദാറ്റ് മീൻസ് ക്യാൻ ടേക്ക് സ്റ്റെപ്സ് റിഗാർഡിങ് സെർച്ച് ആൻഡ് സീസർ. അതായത് ഇൻകം ടാക്സ് അതോറിറ്റീസിന് എപ്പോൾ വേണമെങ്കിലും ഓഫീസിൻ്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും കയറി ചെല്ലാം. ജൂറിസ്ഡിക്ഷൻ നടത്തുക. ഡിസൈഡ് ജൂറിസ്ഡിക്ഷൻ ഓഫ് ഇൻകം ടാക്സ് അതോറിറ്റീസ്. പിന്നെ പ്രിസ്ക്രൈബ് വെയർ പാൻ ഈസ് നെസസറി. പാൻ പെർമനൻ്റ് അക്കൗണ്ട് നമ്പർ ആവശ്യമുള്ള സ്ഥലത്ത് അതൊക്കെ പ്രൊവൈഡ് ചെയ്യുക. പിന്നെ ഫ്രെയിം എ സ്കീം ഇൻ റെസ്പെക്ട് ഓഫ് ടാക്സ് റിട്ടേൺ പ്രിപ്പയേഴ്സ്. TRR ടാക്സ് റിട്ടേൺ പ്രിപ്പയേഴ്സിനുള്ള സ്കീമുകളൊക്കെ ഫ്രെയിം ചെയ്യുക. റിട്ടേൺ ഓഫ് ഇൻകം, എങ്ങനെയാണ് ഇൻകം റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ, അതായത് പ്രിസ്ക്രൈബ് ക്ലാസസ് ഓഫ് പേഴ്സൺസ് ബൈ ഹും റിട്ടേൺ ഓഫ് ഇൻകം ആൻഡ് TDS ടാക്സ് ഡിഡക്റ്റഡ് സോഴ്സ് സ്റ്റേറ്റ്മെൻറ്റ് ഷുഡ് ബി ഫയൽഡ് ഇലക്ട്രോണിക്കലി. ഇതൊക്കെ ചെയ്യുക. പിന്നെ ഓതറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവ്സ് പ്രിസ്ക്രൈബ് ക്വാളിഫിക്കേഷൻ ഓഫ് അതോറിറ്റീസ് ഓതറൈസ്ഡ് ക്വാളിഫിക്കേഷൻസ് ഓഫ് ഓതറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവ്സ്. പിന്നെ CBDT ഹാസ് പവർ ടു ടോൺ ഡൗൺ ദ റൈഗർ ഓഫ് ലോസ് ആൻഡ് എൻഷുർ fair enforcement of its provisions by issuing circular. Okay. The powers of the Director General, that means Chief Commissioner and Commissioner. Powers of the Director General, Chief Commissioner and Commissioner. അവരുടെയൊക്കെ powers. First point, excising powers. എന്താണ് Director General or Chief Commissioner or Commissioner may issue orderകളൊക്കെ ഇഷ്യൂ ചെയ്യുക. that the powers and functions assigned to assigning officers. Okay. പിന്നെ സെർച്ച് ആൻഡ് സീസർ. ഈ ഡയറക്ടർ ജനറൽ ഓർ ചീഫ് കമ്മീഷണർ മേ ടേക്ക് ഓൾ സ്റ്റെപ്സ് റിഗാർഡിംഗ് സെർച്ച് ആൻഡ് സീസർ. ഈ സെർച്ച് ആൻഡ് സീസറിന് വാറണ്ട് കൊണ്ടുവരിക, ചെക്ക് ചെയ്യാനുള്ള വാറണ്ടൊക്കെ കൊണ്ടുവരുന്നത്, അതൊക്കെ നോക്കേണ്ടത് ഇവരാണ്. ട്രാൻസ്ഫർ ഓഫ് കേസുകളൊക്കെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക സബോർഡിനേറ്റ്സിനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ. പിന്നെ റിക്വസിഷൻ ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. പിന്നെ എൻക്വയറി, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ എൻക്വയറി നടത്തുക. നോട്ടീസ് ഫോർ റീഅസസ്മെൻ്റ് ഒക്കെ നടത്താനുള്ള നോട്ടീസ് കൊടുക്കുക. ഇൻട്രസ്റ്റ് പേയബിൾ ഓൺ റീഫണ്ട്, നമ്മൾ ഇൻകം ടാക്സ് അടച്ച എമൗണ്ട് കൂടുതലാണെങ്കിൽ അത് റീഫണ്ട് ഇത് കിട്ടും. ആ റീഫണ്ടുമേ ഇൻട്രസ്റ്റ് അവർ പറയുന്നുണ്ട്, പറഞ്ഞ ആ പ്രിസ്ക്രൈബ്ഡ് ഡേറ്റിൽ നമുക്ക് തിരിച്ചു തന്നില്ല വെച്ചെങ്കിൽ ഇൻട്രസ്റ്റ് തരും എന്നൊക്കെ, പക്ഷെ കിട്ടുന്നതായിട്ടൊന്നും എനിക്കറിയില്ല കേട്ടോ. ഇൻട്രസ്റ്റ് പേയബിൾ ബൈ ദ ഗവൺമെൻറ് ഓൺ ഡിലേ പേയ്മെൻറ്റ്, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന്. ഇപ്പം ഞങ്ങളൊക്കെ ടാക്സ് അടയ്ക്കുമ്പോൾ എക്സസ് എമൗണ്ട് അടച്ചിട്ടുണ്ടെങ്കിൽ, ടാക്സ് അടയ്ക്കാത്ത എമൗണ്ടുകളൊക്കെ അടച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡേറ്റിന് മുന്നേ നമുക്കത് റീഫണ്ട് ചെയ്ത് കിട്ടുമെന്ന് പറയും.
ആ ഡേറ്റിൽ കിട്ടിയില്ല എന്ന് വെച്ചെങ്കിൽ ഗവൺമെൻറ് എന്ത് ചെയ്താൽ പറയുന്നത് ഇൻട്രസ്റ്റ് പേ ചെയ്യുമെന്നാണ് പറയുക. പിന്നെ സെറ്റ് ഓഫ് റീഫണ്ടുകളൊക്കെ സെറ്റ് ഓഫ് ചെയ്യുക. മോഡിഫയിങ് ഓർഡറുകളെ മോഡിഫൈ ചെയ്യുക. റിവൈസ്ഡ് ആയിട്ടുള്ള ഓർഡേഴ്സ് കൊടുക്കുക. റെഡ്യൂസ് പെനാൽറ്റി റെഡ്യൂസ് ചെയ്യണമെങ്കിൽ അതൊക്കെ എന്താ പറയുന്നത് കൺസീൽമെൻറ്റ് ഓഫ് ഇൻകം ടാക്സ് ഒക്കെ വരുമ്പോൾ പെനാൽറ്റി കൊടുക്കില്ലേ. അതായത് ഇൻകം ടാക്സ് ഒക്കെ ഒക്കെ പൂത്തി വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് പറയുന്നത് വെളിപ്പെടുത്താതിരുന്ന് കഴിഞ്ഞാൽ അവർക്ക് പെനാൽറ്റി ഉണ്ട്. അപ്പോൾ എന്താ പറയുന്നത് ആ പെനാൽറ്റി എന്താ പറയുന്നത് റെഡ്യൂസ് ചെയ്യാനുള്ള ഓർഡറുകൾ. അതുപോലെ തന്നെ കൺസീൽഡ് ഇൻകം എക്സീഡ്സ് 5 lakhs 5 ലക്ഷത്തിനേക്കാൾ കൂടുതലാണ് ഇൻകം കൺസീൽഡ് മറച്ചു വെക്കുക ഒളിച്ചു വെക്കുന്നതൊക്കെയെങ്കിൽ ദ ഡയറക്ടർ ജനറൽ ഓർ ചീഫ് കമ്മീഷണർ ഹാസ് ദ പവർ ടു അപ്രൂവ് ദ ഓർഡർ ഓഫ് റിഡക്ഷൻ ഓഫ് പെനാലിറ്റി അണ്ടർ സെക്ഷൻ 271 subsection 1C issued by commissioner if the amount of income concealed exceeds 5 ലക്ഷം രൂപയേക്കാൾ കൂടുതലൊക്കെയാണ് കള്ളത്തരങ്ങളൊക്കെ കാണിക്കുന്നതെന്ന് വെച്ചെങ്കിൽ അതിൻ്റെ പെനാൽറ്റി അങ്ങനെയൊക്കെയാണെങ്കിൽ അതൊക്കെ റെഡ്യൂസ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ അറ്റാച്ചിങ് പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യുക. നമ്മൾ പറയില്ലേ അക്കൗണ്ടൊക്കെ ഫ്രീസ് ചെയ്യിക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ എന്ന്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ അപ്പോയിൻമെൻറ്റ് may appoint income tax authorities below the rank of an assistant commissioner or deputy commissioner. ആ റാങ്കിന് താഴെയുള്ളവരെയൊക്കെ അപ്പോയിൻറ്റ് ചെയ്യുക. പിന്നെ അപ്പോയിൻമെൻറ്റ് ഓഫ് സ്റ്റാഫ് എക്സിക്യൂട്ടീവ് ആൻഡ് മിനിസ്റ്റീരിയൽ സ്റ്റാഫുകളെയൊക്കെ അപ്പോയിൻറ്റ് ചെയ്യുക. ഓക്കെ. ഇനി പവേഴ്സ് ഓഫ് ജോയിൻറ്റ് കമ്മീഷണർ അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഓർ ഡെപ്യൂട്ടി ഡയറക്ടർ ആൻഡ് അസസിംഗ് ഓഫീസർ അവരുടെ പവേഴ്സ് എന്തൊക്കെയാണ്? പവേഴ്സ് ഓഫ് കോൾ ഫോർ ഇൻഫോർമേഷൻസ് നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻ വേണമെങ്കിൽ അതൊക്കെ വിളിച്ച് അവരോട് ചോദിക്കാം. ആരുടെ അക്കൗണ്ടുകളാണോ അല്ലെങ്കിൽ ഏത് കമ്പനിയാണോ നമ്മൾ അല്ലെങ്കിൽ ആരുടെയാണോ ഇൻകം ടാക്സ് പ്രശ്നങ്ങളെങ്കിൽ അവരെ വിളിച്ച് കൂടുതൽ ഇൻഫർമേഷൻ വേണമെങ്കിൽ ചോദിക്കാം. എൻ്റർ എനി പ്ലേസ് ഫോർ സർവേ അവർക്ക് സർവേ ചെയ്യാനായിട്ട് ഏത് സ്ഥലത്തും എപ്പോൾ വേണമെങ്കിലും ഏത് സമയത്തും കയറി ചെല്ലാം. എൻ്റർ എനി ബിൽഡിംഗ് ഫോർ ഇൻഫർമേഷൻസ് സ്ഥാപനത്തിൻ്റെ ഏത് ബിൽഡിങ്ങിലും ഇന്നത് എന്നുള്ളതൊന്നുമില്ല ഏത് സ്ഥലം എന്നൊന്നുമില്ല എവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും. അല്ലെങ്കിൽ ഇൻകം ടാക്സ് അതോറിറ്റീസ് വരുമ്പോൾ ഒരു കമ്പനിക്ക് 5 or 6 ഒക്കെ ഹെഡ് ഓഫീസ് അല്ലെങ്കിൽ ഹെഡ് ഓഫീസ് അല്ല ബ്രാഞ്ചുകളുണ്ട്. അങ്ങനെയുള്ളൊക്കെ ഉണ്ടെങ്കിൽ എല്ലായിടത്തും അറ്റ് എ ടൈമിലാണ് കയറി ചെല്ലുകയെന്ന്. അതുപോലെ തന്നെ ഇൻസ്പെക്ട് രജിസ്റ്ററുകളൊക്കെ ഇൻസ്പെക്ട് ചെയ്യുക. മേക്ക് എൻക്വയറി, സെർവ് നോട്ടീസ് ഫോർ എൻക്വയറി, മേക്ക് അസസ്മെൻറ്റ്. അതായത് അസസിംഗ് ഓഫീസർ ഹാസ് ദ പവർ ടു മേക്ക് അസസ്മെൻറ്റ് അണ്ടർ സെക്ഷൻ 143, 144 ആൻഡ് 147. പിന്നെ എക്സാമിൻ റെക്കോർഡുകളൊക്കെ എക്സാമിൻ ചെയ്യുക. ആദ്യം ഫർദർ ഇൻഫോർമേഷനൊക്കെ വേണമെങ്കിൽ കോൾ ചെയ്യാം കേട്ടോ അവർക്ക്. പവേഴ്സ് ഓഫ് കോടതിയുടെ ഒരു അധികാരമാണ് അവർക്ക്. അതായത് ജോയിൻറ്റ് കമ്മീഷണർ ഓർ എന്താ പറയുന്നത് പിന്നെ എന്താ പറയുന്നത് ജോയിൻറ്റ് കമ്മീഷണേഴ്സ് അതോറിറ്റീസിന് വേണമെന്ന് വെച്ചെങ്കിൽ അതായത് അസിസ്റ്റൻറ്റ് ഡയറക്ടർ അങ്ങനെയുള്ള വ്യക്തികൾക്ക് എന്ത് ചെയ്യാന്ന് പറയുന്നത് ഒരു കോടതിയുടെ പവറാണ് അവരുടെ കയ്യിൽ നിന്ന് കേട്ടോ. അതായത് അവർക്ക് എന്താ പറയുന്നത് അവർക്ക് അസസിംഗ് ഓഫീസർ ഷാൾ ഹാവ് ദ സെയിം പവേഴ്സ് ആസ് ആർ വെസ്റ്റഡ് ഇൻ എ കോർട്ട് അണ്ടർ ദ കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ 1908. പിന്നെ കൺസീൽമെൻറ്റ് ഓഫ് ഇൻകം കൺസീൽമെൻറ്റ് ഒളിച്ചു വെക്കുക വെളിപ്പെടുത്താതിരിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിനെ വെളിച്ചത്ത് കൊണ്ടുവരാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ പവേഴ്സ് ഓഫ് കമ്മീഷണർ അപ്പീൽസ് അവരുടെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ ഓഫ് കോർട്ട് അതായത് ഹാവ് ദ സെയിം പവേഴ്സ് ആസ് ആർ വെസ്റ്റഡ് ഇൻ എ കോർട്ട് അണ്ടർ ദ സിവിൽ പ്രൊസീജിയർ കോഡ് കേട്ടോ. പിന്നെ കോൾ ഫോർ ഇൻഫർമേഷൻ, ഇൻസ്പെക്ട് രജിസ്റ്റേഴ്സ്, alter assessment order, reduce penalty, inspectors of income tax. അവർക്കും they are appointed by the commissioner of income tax. അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ പവേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി ടാക്സ് റിക്കവറി ഓഫീസേഴ്സ് നോക്കാം. ടാക്സ് റിക്കവറി ഓഫീസേഴ്സ് മീൻസ് എനി IT ഓഫീസർ authorized by the chief commissioner of income tax or exercise the powers of a tax officer. Powers of the IT authorities relating to search and seizure, entering and searching the premises. ഒരു സ്ഥാപനത്തിൻ്റെ ഏത് സ്ഥലത്തും എപ്പോൾ വേണമെങ്കിലും കയറി ചെല്ലാനും അന്വേഷിക്കാനുള്ള അധികാരം. When he has reason to believe that ഇതൊക്കെയാണ് any person has omitted or failed to produce books of accounts or document are required by summons or notes. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ബുക്കുകളൊക്കെ കൊടുക്കാനായിട്ട് മറന്നു പോവുകയാണെങ്കിൽ
അത് അവരെ അറിയിച്ചു കഴിഞ്ഞാൽ അവർ വീണ്ടും നമുക്കൊരു ഓർഡർ തരും. ആ സമയത്തിനുള്ളിൽ നമ്മളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സുകളൊക്കെ സബ്മിറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. എനി പേഴ്സൺ ഹാസ് ടു ഗിവ്, അങ്ങനെ എന്താ പറയുന്നത്, അതുപോലെ തന്നെ വിച്ച് ഹാസ് നോട്ട് ബീൻ ഡിസ്ക്ലോസ്ഡ് ഫോർത്ത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും വെളിപ്പെടുത്താനായിട്ട് മറന്നു പോവുകയാണെങ്കിൽ, അതായത് തുറന്ന് കാണിക്കാൻ, അതായത് പറയാനായിട്ട് അല്ലെങ്കിൽ എഴുതാൻ റെക്കോർഡ് ചെയ്യാനായിട്ട് മറന്നു പോവുകയാണെങ്കിൽ അവർ പറയുന്ന സമയത്ത് അതിൻ്റെ ഇൻഫർമേഷൻസ് ഒക്കെ കൊടുക്കുക. പിന്നെ ദെൻ ദ ഓഫീസർക്ക് എന്ത് ചെയ്യാൻ പറയുന്നത്, എൻ്റർ ആൻഡ് സീസർ എനി ബിൽഡിംഗ്, ബ്രേക്ക് ഓപ്പൺ ദ ലോക്ക് ഓഫ് എനി ഡോർ, ബോക്സ് എക്സെട്ര. അവർക്ക് എന്നിട്ട് ഏത് ബോക്സ് വേണമെങ്കിലും ഏത് ലോക്കൊക്കെ വേണമെങ്കിലും പൊളിക്കാനുള്ള അധികാരമുണ്ട്. അങ്ങനെ ലോക്കൊക്കെ പൊളിക്കാനുള്ള അധികാരം എന്ന് പറയുമ്പോൾ നമുക്കൊരു സിനിമയുടെ ഒരു ഭാഗം ഓർമ്മ വരുന്നില്ലേ, ഷെർലക് ഹോംസാ ഏതോ ഒരു സിനിമയിൽ നമ്മുടെ ബിജു മേനോൻ പോയിട്ട് ഒരു ലോക്കറൊക്കെ പൊളിക്കാൻ തന്നിട്ട് അവർ കുറേ കോമ്പൻസേഷൻ ആവശ്യപ്പെടുന്നതൊക്കെ അതൊക്കെ തന്നെ. എപ്പോൾ ചെന്നാലും എവിടെ ചെന്നാലും അവർക്ക് എന്ത് ചെയ്യുന്ന പറയുന്നത് ഇതൊക്കെ കുത്തി പൊളിക്കാം. സെർച്ച് എനി പേഴ്സൺ ഇൻ ദ ബിൽഡിംഗ്, പിന്നെ സീസ് എനി ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, പ്ലേസ് മാർക്സ് ഓഫ് ഐഡൻറ്റിഫിക്കേഷൻസ് ഓൺ എനി ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ബുക്കുകളിൽ അവർക്ക് താല്പര്യമുള്ളിടത്ത് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സംശയം തോന്നുന്നിടത്ത് ഐഡൻറ്റിഫിക്കേഷൻ മാർക്സ് ഒക്കെ നോട്ട് ചെയ്യാം. റിക്വസ്റ്റ് എനി പേഴ്സൺ ടു സപ്ലൈ സച്ച് ഇലക്ട്രോണിക് ഇൻഫർമേഷൻസ്. ഇനി വല്ല ഇലക്ട്രോണിക് ഇൻഫർമേഷൻസ് ഒക്കെ വേണമെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടാം. ഓക്കെ, ഇതൊക്കെയാണ് ഇൻകം ടാക്സ് അതോറിറ്റീസിൻ്റെ ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ് എന്നൊക്കെ പറയണത്. മനസ്സിലായോ? നന്നായിട്ട് പഠിക്കണം കേട്ടോ, ഞാൻ ഷോർട്ടാക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ മക്കളെ, ശരി. അപ്പോൾ അടുത്ത തിയറിയും ഒരു 4-5 ചാപ്റ്റർ തിയറിയാണ്. ആ തിയറി ഇതുപോലെ മിസ്സ് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷൻ കാണിച്ചിട്ട് ഇങ്ങനെ ഞാൻ തിയറി ആയിട്ടാണ് പറയണേ കേട്ടോ. ഓക്കെ, തിയറി പറയുമ്പോൾ പിന്നെ എന്നെ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ. പ്രോബ്ലം പറയുമ്പോഴല്ലേ എന്നെ ഇവിടെ മുഴനീളം കാണണം എന്ന് ആഗ്രഹമുള്ളൂ. അപ്പോൾ നന്നായിട്ട് പഠിച്ചു വയ്ക്കാം. ഓക്കെ.